കൊള്ളാം, തകർത്തു. നല്ല സ്റ്റോറി, സൂപ്പറായിട്ട് പോയിട്ടു. വിനായകൻ കൊള്ളാം. നല്ല കുറേ പേര് നെഗറ്റീവ് പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്കായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. പുള്ളി നല്ലതായിട്ട് ചെയ്തു ക്യാരക്ടറെല്ലാം. കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല പടം. മൂവി നല്ലതായിരുന്നു. മമ്മൂട്ടിയുടെ ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്. നെഗറ്റീവ് ഷെയ്ഡാണെന്ന് ട്രെയിലേഴ്സ് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടായിരുന്നു. വിനായകൻ ആസ് യൂഷ്വൽ നല്ല ക്യാരക്ടർ, കംപ്ലീറ്റ്ലി ആക്ടിങ് മമ്മൂട്ടിക്കൊപ്പത്തിന് മാച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ചും വിനായകന് കുറച്ചുകൂടി ക്രെഡിറ്റ് കൊടുക്കാൻ തോന്നുന്നു. ജയിലർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ ഇതുപോലെ നല്ല സീനിൽ കാണുന്നത്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. മമ്മൂട്ടി ഓക്കെയാണ്, മമ്മൂട്ടി പണ്ടേ ഓക്കെയാണല്ലോ. അദ്ദേഹം എല്ലാത്തിലും ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആവറേജ് വരുന്ന നമ്മുടെ വടക്കൻ വീരകഥ തുടങ്ങി പല പടങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ലെവലിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റേ വിനായകൻ സർപ്രൈസായിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ്. നല്ല സിനിമ, നല്ല സിനിമയായിരുന്നു. ഒന്നുമില്ല, ആൾക്കാർ സ്ലോ എന്ന് പറയുന്നുണ്ട്, പക്ഷെ നല്ല സിനിമയായിരുന്നു, എൻജോയബിൾ ആയിരുന്നു കാണാൻ. നല്ല അഭിനയമായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. അടിപൊളി പടം, സൂപ്പർ, നല്ല പടം. ഇതിൽ നമുക്ക് മമ്മൂട്ടിനെ കാണാൻ പറ്റത്തില്ല, ഒരു നല്ലൊരു കിട്ടിലും സൈക്കോപാത്തിനെ കാണാം. കിട്ടില്ല പടം കൊള്ളാം. നല്ല മമ്മൂട്ടിയുടെ പുതിയൊരു ഇതായിട്ട് കവറുണ്ട്. ഫൈനലി നല്ല എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഇടുന്നുണ്ട് അതിൽ. വിനായകൻ പൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പറാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല പടമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടത് മമ്മൂട്ടിയുടെ. നല്ല സിനിമയാണ്, അത്യാവശ്യം നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ കൊള്ളാം. നല്ല അഭിനയമായിരുന്നു. കാരണം വില്ലൻ എന്നുള്ള റോളല്ലേ, അപ്പോൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു റോളായതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് വില്ലനോട് ഒബിയസ്ലി അങ്ങനെ ഒരു ദേഷ്യം തോന്നുമല്ലോ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ വിനായകൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആദ്യം നമുക്ക് എന്താ ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു, ലാസ്റ്റാണ് പുള്ളിയുടെ ആ ഒരു സസ്പെൻസ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ നല്ല മൂവിയാണ്. ഇറ്റ്സ് നൈസ്, നന്നായിരുന്നു, അടിപൊളി, നന്നായിരുന്നു. സിനിമ ഇഷ്ടമായി. ഞാൻ ട്രെയിലറൊന്നും കാണാതെയാണ് വന്നത്, പക്ഷെ പടം രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. വിനായകനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഡോക്യുമെൻ്ററി സ്റ്റൈലാണ് എടുത്തത്. മമ്മൂട്ടിയുടെയൊക്കെ നൈസ് ആക്ടിങ് ആയിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. ഇല്ല എല്ലാ ഇതും നമ്മൾ കാണുന്നുണ്ട്. ദിസ് ഓൾസോ ഗുഡ്. ആക്ടിങ് തന്നെ എപ്പോഴത്തെ പോലെ മമ്മൂട്ടി വാസ് കിടിലം. ആൻഡ് ഹി വാസ് ഓൾസോ നൈസ്. ദ പോലീസ് ഓഫീസർ വാസ് ഓൾസോ നൈസ്. എല്ലാം കൊള്ളാം, അടിപൊളിയായിരുന്നു. അതെ, സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഒരു ഫീലൊന്നുമില്ല, പിന്നെ അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, ത്രില്ലും എൻ്റെ പൊന്നെ പൊളിയായിരുന്നു. വില്ലൻസ് അടിപൊളി, കൊള്ളായിരുന്നു. വേറെ ആരുമല്ല, മമ്മൂക്ക നല്ല മൊത്തത്തിൽ നല്ല ഗുഡായിട്ടുണ്ട്. എല്ലാവരും കാണണം, മേക്ക് ഷുവർ അത് ഫുൾ കാണണം. കൊള്ളായിരുന്നു. വിനായകനൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മമ്മൂക്ക തന്നെയാണ്. മറ്റേ റിയൽ സ്റ്റോറി അല്ലേ, അത് കൊള്ളാം, നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സ്ലോ ബേസ് ആണെങ്കിലും പടം നല്ല രസമുണ്ട്. ഒരു ഇൻ്റർവെല്ലിലും ക്ലൈമാക്സിലും നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ട്വിസ്റ്റ് നമുക്ക് പറഞ്ഞായിരുന്നു. മമ്മൂക്ക നൈസായിട്ട് ഇപ്പോൾ ബ്രഹ്മയുഗത്തിന് ശേഷം ഒരു വില്ലൻ ക്യാരക്ടറിൽ മമ്മൂക്ക കിട്ടലുമാണ്. ഇല്ല, വില്ലൻ ക്യാരക്ടേഴ്സിൽ പുതുമ എന്ന് പറയാനില്ല. ഒരു മെയിനായിട്ട് നായകനായിട്ടൊന്നും നടൻ പെട്ടെന്ന് ബ്രഹ്മയുഗമോ ഇതേപടി ഒരു ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ അതിലൊരു പുതുമ. അല്ലാതെ വില്ലനിസും എല്ലാം ഒരു സൈക്കോപാത്ത് ഏതിലാണ് കാണിക്കുന്നത് സെയിം തന്നെയാണ്. പക്ഷെ മമ്മൂക്ക അത് ചെയ്തപ്പോൾ ഒരു പ്രത്യേകത, അത്രേ ഉള്ളൂ. പ്രതീക്ഷിക്കാത്തൊരു ഇതാണ്. വിനായകൻ തകർത്തു. പിന്നെ പേര് വന്നപ്പോഴും വിനായകൻ്റെ പേരാണ് ലാസ്റ്റ് ആദ്യം കാണിച്ചിട്ട് മമ്മൂട്ടിയുടെ പേര് കാണിച്ചത്. നല്ല അടിപൊളി റോളായിരുന്നു, നല്ലതായിരുന്നു. വേറൊരു ടൈപ്പ് റോളായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വില്ലൻ ടൈപ്പ് ഒരു റോളാണ് ഉണ്ടായി. ഇഷ്ടപ്പെട്ട്. വെറുപ്പ് തോന്നാനൊന്നുമില്ല, മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അത്ര തന്നെ. വയലൻസ് നല്ലതായിരുന്നു. ഭയങ്കര ടെറർ ഒന്നുമില്ല, വയലൻസ് ഉണ്ടോ വയലൻസ് ഉണ്ട്. ഫാമിലിയോട് കുട്ടികൾക്ക് ചിലപ്പോൾ അത്രയും പിടിക്കുന്നുണ്ടാവില്ല, കുറേ മോറൽ ടൈപ്പ് മൂവിയാണ്. അപ്പം കുട്ടികൾക്ക് പറ്റുന്നുണ്ടാവില്ല, എന്നാലും നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ബേസിക്കലി മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടിയുടെ ആ റോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതായിട്ടാണ് തോന്നിയത്. നമുക്ക് വേറെ നെഗറ്റീവ് അങ്ങനെ കാണേണ്ട കാര്യം ഇല്ലെന്നാണ് തോന്നിയത്. നമുക്ക് ആ റോള് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടതില്ല അവസാനം വിനായകൻ്റെ പേരാണ് ആദ്യം കാണിച്ചത് മമ്മൂട്ടിയെക്കാളും.
അപ്പോൾ ആ വിനായകൻ്റെ ഒരു ഒരു ഇത് കാണാനുണ്ട്, നന്നായിട്ട് തരും.